വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് ഇവിടെ ഈ പുത്തരിക്കണ്ടം മൈതാനത്ത്. പ്രധാനമന്ത്രി എത്തുന്നു. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി തലസ്ഥാനത്ത് വിമാനത്താവളത്തിൽ വന്നിറങ്ങും. അവിടെ നിന്ന് റോഡ് ഷോയെ അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനത്താണ് എത്തുന്നത്. അവിടെ തന്നെയാണ് ആദ്യ പരിപാടി, റെയിൽവേയുടെ പരിപാടിയാണ്. ആ റെയിൽവേയുടെ പരിപാടി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള വേദിയിലാണ് പരിപാടി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കാത്തിരിക്കുന്നത് പുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെയുള്ള മറ്റൊരു വേദിയിൽ. ആ വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ വൻ ജനാവലിയാണ്. എത്രയോ മണിക്കൂർ മുമ്പ് തന്നെ ജനങ്ങളൊക്കെ തന്നെയും അണികളൊക്കെ തന്നെയും പ്രധാനമന്ത്രിയെ ഒന്ന് കാണാനും അദ്ദേഹം എന്താണ് പറയുന്നത്. കാരണം തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ അദ്ദേഹം വരുന്നു. ഈ തലസ്ഥാന കോർപ്പറേഷൻ BJP അധികാരത്തിലെത്തിയതിനു ശേഷം പ്രവർത്തകർക്ക് ആവേശം കൊള്ളിക്കാനായി പ്രധാനമന്ത്രി ആദ്യം ആഭ്യന്തരമന്ത്രി എത്തി. അതിന് പിന്നാലെ പ്രധാനമന്ത്രി എത്തുന്നു. ഇവിടെ ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവുക എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കാനും അദ്ദേഹത്തിന്റെ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും ഒക്കെ കേൾക്കാനായി ഇവിടെ പ്രവർത്തകരൊക്കെ തന്നെ കൂടിയിരിക്കുന്നു. വലിയ ജനാവലി നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. എല്ലാവരും പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് എല്ലാ അണികളും ഒക്കെ തന്നെയും. പ്രധാനമന്ത്രി ഇവിടെ എത്തുമ്പോൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ ഒരു ആവേശമൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഹ്ലാദ ശബ്ദമൊക്കെ പോയല്ലേ? ശബ്ദം പോയി. നമുക്ക് കേരളം BJP ഭരിക്കുന്നത് വരെ പ്രവർത്തകർക്ക് വിശ്രമമില്ല. ഇതാണ് ഇതിന്റെ സത്യം. അതായത് വലിയ ആവേശത്തിൽ എത്രയും സമയം വരെ ഒരു നിലയ്ക്കാതെ നിർത്താതെ മുദ്രാവാക്യം വിളികളായിരുന്നു പ്രധാനമന്ത്രിക്ക്. ഒപ്പം തന്നെയും ഈ പാരഡി ഗാനമൊക്കെ ആലപിച്ച് വലിയ രീതിയിലുള്ള സർക്കാരിനെതിരെ കയ്യൊപ്പുകള് ശബരിമല സ്വർണ്ണക്കളയുമായി ബന്ധപ്പെട്ട പാരഡി ഗാനമൊക്കെ ആലപിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഒക്കെ നിൽക്കുന്നു. ഒരു ഭാഗത്ത് സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ മുദ്രാവാക്യം വിളിയിലൂടെ തന്നെയാണ് ഒരു ഭാഗത്ത്. അതോടൊപ്പം മറുഭാഗത്ത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള വലിയ രീതിയിലുള്ള ആവേശമാണ്. ഈ പ്രധാനമായും പ്രഖ്യാപനങ്ങളാണ്. തലസ്ഥാനത്തിന് വികസനത്തിന് ഒരു ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ അതിനൊരു പ്രഖ്യാപനം ഇന്നുണ്ടാവുകയില്ല. പക്ഷേ അതിന് ചില സൂചനകൾ പ്രധാനമന്ത്രി നൽകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒപ്പം തന്നെയും റെയിൽവേ പ്രോജക്ട് അതിവേഗ റെയിൽപാതയുടെ പ്രഖ്യാപനം ഉണ്ടാകുമോ? അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ചുവടുവയ്പ് കൂടി ഇന്ന് ഈ വേദിയിൽ ഉണ്ടാകുന്നു. 2020 ചേർന്ന സാബു ജേക്കബ് പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കെടുത്തു. അതൊക്കെ തന്നെയും ഇവിടെ പ്രവർത്തകർക്ക് വലിയ ആവേശമാവും നൽകുക, അണികൾക്ക് വലിയ ആവേശമാവും നൽകുക എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം BJP കളത്തിലേക്ക് ഇറങ്ങുന്നു, NDA കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ 2026 ഒരിക്കലും ഒരു അധികാരത്തിലെത്തുക, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല തന്നെയാണ് അമിത്ഷാ പറഞ്ഞു പോയത്. അതേ രീതിയിൽ തന്നെയാകും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ഈ അമിത്ഷായ്ക്ക് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി തലസ്ഥാന നഗരിയിൽ എത്തുമ്പോൾ തലസ്ഥാനത്ത് BJPക്ക് ലഭിക്കുന്ന ഒരു ആവേശം എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെ കണക്കുകൂട്ടലിലാണ് ഈ BJP പ്രവർത്തകരൊക്കെ തന്നെയും സംസ്ഥാന നേതൃത്വം ഒന്നടങ്കിയതനെയും. അതുകൊണ്ട് തന്നെയാണ് തൊട്ടു തലേന്ന് പ്രധാനമന്ത്രി എത്തുന്നതിന്റെ തൊട്ടു തലേന്ന് ഒരു വമ്പൻ ടിസ്റ്റ് എന്ന രീതിയിൽ 2020യെ ഘടകകക്ഷിയാക്കാനായി എല്ലാ നീക്കങ്ങളും നടത്തുകയും അത് വിജയത്തിലെത്തിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം 2020 ഔദ്യോഗികമായ പ്രഖ്യാപനവും നടത്തി. ഇന്ന് ഔദ്യോഗികമായി NDAയുടെ മുന്നണി പ്രവേശനവും പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തെത്തി തന്നെ ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെയും പ്രവർത്തകർ, ഇതിപ്പോൾ തലസ്ഥാനത്തെ പ്രവർത്തകർ മാത്രമല്ല സംസ്ഥാനത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരൊക്കെ തന്നെയും ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം തിരുവനന്തപുരം ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് സമീപത്തുള്ള മറ്റ് ജില്ലകളിൽ നിന്നും കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിന്നൊക്കെയുള്ള നിരവധി പ്രവർത്തകരാണ്, നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ പുത്തരിക്കണ്ടം മൈതാനത്ത്. ഇവിടെ 8 മണി മുതൽ തന്നെ പ്രവർത്തകരൊക്കെ തന്നെ ഇതിനകത്ത് ഈ വേദിയിലെത്തി അവരവരുടെ ഇരിപ്പിടങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും അയൽ ജില്ലകളിൽ നിന്നു പോലും വലിയ രീതിയിലുള്ള BJP പ്രവർത്തകർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മിഷൻ കേരളയുമായി BJP മുന്നോട്ട് പോകുമ്പോൾ വികസനം പറഞ്ഞാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും വലിയ രീതിയിലുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വിമാനം തിരുവനന്തപുരത്ത് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ വിവിധ ഇടങ്ങളിലെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാം. ആയുർവേദ ജംഗ്ഷനിലേക്ക് പ്രധാനമന്ത്രി അല്പസമയത്തിനകം റോഡ് മാർഗം പോകും. അവിടെ നിന്നാണ് റോഡ് ഷോയായി പുത്തരിക്കണ്ടത്തെ വേദിയിലേക്ക് പ്രധാനമന്ത്രി പോവുക. എന്തായാലും പ്രധാനമന്ത്രിയുടെ വിമാനം തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.
അൺഫിലിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വികസനം പറഞ്ഞ് വികസനം ചർച്ചയാക്കിയാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തത്. തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്താൻ തന്നെയല്ലേ സാധ്യത? അത് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി എത്തുന്നു, റെയിൽവേയുടെ ഉദ്ഘാടനം കഴിയുന്നു. അതിനുശേഷം എല്ലാവരും ഈ പുത്തരിക്കണ്ടത്തെ പൊതുസമ്മേളനം BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഈ പൊതുസമ്മേളന വേദി തന്നെയാണ് ഈ പ്രധാനമന്ത്രിയുടെ വരവിലെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. കാരണം രാഷ്ട്രീയമായ പല പ്രഖ്യാപനങ്ങളും പല നീക്കങ്ങളും ഒക്കെ തന്നെ അതിന്റെ സൂചനകൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. പ്രധാനമന്ത്രി നേരിട്ട് തലസ്ഥാനത്തെത്തുന്നു, അണികളെയും പ്രവർത്തകരെയും സംബോധന ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ വരവിൽ നിരവധി ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഈ വരവിൽ ആവേശം എന്ന് പറയുന്നത് തലസ്ഥാന നഗരിയിൽ കോർപ്പറേഷൻ പിടിച്ചെടുത്തു, BJP കോർപ്പറേഷനിൽ അധികാരത്തിലെത്തി നാളുകൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളത് വലിയൊരു ആവേശമാണ്. അതിനപ്പുറത്തേക്ക് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കച്ചമുറുക്കി കളത്തിലിറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് മുന്നണികൾ. സീറ്റ് വിഭജന ചർച്ചകൾ അടക്കം നടക്കുന്നു. മുന്നണി വിപുലീകരണം അടക്കമുള്ള തന്ത്രപ്രധാനമായ നീക്കങ്ങളുമായി NDA മുന്നോട്ട് പോകുന്നു. അതിന്റെ സൂചനയായി അല്ലെങ്കിൽ അതിന്റെ ഒരു ചുവടുവയ്പായി കഴിഞ്ഞ ദിവസം 2020യുടെയൊക്കെ ഏത് രീതിയിലൊരു രാഷ്ട്രീയമായി പ്രതിഫലിക്കുമെന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം നരേന്ദ്രമോദി വികസിത ഭാരതം എന്നൊരു കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്നു. ആ വികസന ഭാരതം എന്ന കാഴ്ചപ്പാടിന്റെ ചുവട് പിടിച്ച് കേരളത്തിൽ ഒരു വികസിത കേരളമാണ് ആദ്യം മുതൽക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ മുന്നോട്ട് വെച്ചൊരു വികസിത കേരളം എന്നൊരു വിഭാവന ചെയ്തപ്പോൾ വികസിത കേരളമാണ്. അപ്പോൾ ആ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വികസനം രാജ്യ ചന്ദ്രശേഖർ ചുമതല ഏൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിലൂന്നി ഈ 2020 പോലും ഒരർത്ഥത്തിൽ അത് പരമ്പരാഗതമായ രാഷ്ട്രീയ സങ്കല്പങ്ങൾക്കും ആശയങ്ങൾക്കും അപ്പുറം ഒരു വികസനമായിരുന്നു 2020 മുന്നോട്ട് വെച്ചത്. അത് തന്നെയാണ് ഈ സാബുവും ജേക്കബിലൂടെയും 2020 ഘടകകക്ഷിയാക്കുന്നതിലൂടെയും ആ വികസനത്തിന്റെ കൃത്യമായ ഒരു ഫോർമുല വർക്കൌട്ട് ചെയ്യുമെന്ന് തന്നെയാണ് BJP നേതൃത്വം കണക്ക് കൂട്ടുന്നത്. അതിലൂടെ രാജീവ് ചന്ദ്രശേഖർ ഈ തലസ്ഥാന നഗരത്തിൽ എന്താണോ പറയുന്നത്, കോർപ്പറേഷൻ പിടിച്ചെടുത്തതിന്റെ ഒരു ആവേശവും ഒക്കെ തിരുവനന്തപുരം നഗരത്തിന്റെ കോർപ്പറേഷന്റെ വികസന മാതൃക മുന്നോട്ട് വയ്ക്കുമ്പോൾ 2020 ഏത് രീതിയിലാണ് കിഴക്കമ്പലം പഞ്ചായത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഈ എറണാകുളം ജില്ലയ്ക്ക് അപ്പുറത്തേക്കുള്ള സമീപത്തുള്ള ജില്ലകളിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ജനസ്വാധീനം ഒക്കെ 2020യിലുണ്ട്. ഇത് ഏത് വികസന രീതിയിലാണോ മുന്നോട്ട് വന്നത് അങ്ങനെയുള്ള വികസന കാഴ്ചപ്പാടുള്ള പാർട്ടികളൊക്കെ ചേർത്ത് പിടിക്കുമ്പോൾ NDA അല്ലെങ്കിൽ BJP സംസ്ഥാനത്ത് അവർ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു വികസന കാഴ്ചപ്പാട് കൊണ്ടുവരുന്നു എന്നുള്ള സന്ദേശമൊക്കെ നൽകാനായി പ്രധാനമന്ത്രിക്ക് ഇന്ന് ഈ വേദിയിൽ വെച്ച് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറത്തേക്ക് നിലവിൽ UDF-ഉം LDF സംസ്ഥാനത്ത് ഇടതു വലതു മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ഈ കേരളത്തിന്റെ വികസനം ഏത് രീതിയിലാണ് എന്നത് ഉയർത്തി കടുത്ത വിമർശനങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ കേരളയിൽ സിൽവർ ലൈൻ എന്ന പ്രോജക്റ്റുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ തന്നെ ഈ സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി പച്ചക്കൊടി വീശിയതും അപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടായതുമൊക്കെ നമുക്കറിയാം. വിവാദങ്ങൾ ആ പദ്ധതി ഇപ്പോഴും ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് പോലും അറിയാതെ അനിശ്ചിതാവസ്ഥയിൽ കിടക്കുന്ന സാഹചര്യത്തിലാണ്. അതിനപ്പുറത്തേക്ക് ഒരു സിൽവർ ലൈനിന് ബദലായി അതിവേഗ റെയിൽപാതയുടെ ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ അതിന്റെ ഒരു സൂചനയോ പ്രധാനമന്ത്രിയിൽ നിന്നൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു മാറ്റമാകും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത് പ്രതിഫലിക്കുക, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ. അത് തന്നെയാണ് എല്ലാവരുടെയും കണക്ക് കൂട്ടുന്നത് തന്നെയാണ്. നമ്മൾ കരുതുന്ന പോലെ 3 തവണ തുടർച്ചയായി തുടർഭരണം ഇടത് സർക്കാർ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ തരംഗമുണ്ടായത്. അങ്ങനെ ഒരു തരംഗം UDF-ന് അനുകൂലമായി ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വികസന മാതൃകയിലൂടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA-ക്ക് അനുകൂലമായി അല്ലെങ്കിൽ BJP-ക്ക് അനുകൂലമായ ഒരു തരംഗം എന്തുകൊണ്ടുണ്ടായിക്കൂടാ എന്ന ചോദ്യങ്ങൾ BJP കോണുകളിൽ നിന്നൊക്കെ ഉയരുകയാണ്. അതുതന്നെയാണ് അമിത്ഷാ മുന്നോട്ട് വയ്ക്കുന്നത്. തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അതാണ്. ഈ BJP-യെ ഉയർത്തിക്കാട്ടാൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJP ഉയർത്തിക്കാട്ടാൻ എന്നും ഒരു വർഗീയ പാർട്ടിയാണ് അല്ലെങ്കിൽ വർഗീയതയുടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വികസനം എന്നൊരു കാഴ്ചപ്പാട്. കാരണം ഒരു വർഗീയതയുടെ ഒരു മുഖമല്ല BJP-ക്കുള്ളത് എന്ന് ഉയർത്തിക്കാട്ടുകയാണ് BJP. ആ ഒരു ജനസ്വീകാര്യത BJP-ക്ക് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ തെളിയിച്ചതാണ് BJP.
അതിനു പിന്നാലെ തലസ്ഥാനത്ത് കോർപ്പറേഷൻ പിടിച്ചടക്കിയതിലൂടെ BJP ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു പാർട്ടിയായി ജനസ്വീകാര്യത അവിടെയും തെളിയിച്ചതാണ്. ഇതിനു പിന്നാലെ ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് ഉണ്ടാകുന്ന വോട്ട് ശതമാനത്തിന്റെ വളർച്ച ഇത് വളരെ കൃത്യമായ ഒരു ഗ്രാജുവൽ ആയിട്ട് മുന്നോട്ട് പോക്കാണ്. ഒരു പ്രോഗ്രസീവാണ് BJPക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കാണുന്നത് ഓരോ തെരഞ്ഞെടുപ്പിലും. ഇതൊക്കെ ഏറെ ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. അതുകൊണ്ട് തന്നെ ഒരു അതിവേഗത്തിലുള്ള ഒരു മുന്നേറ്റം ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുമെന്ന് കൃത്യമായി കണക്ക് കൂട്ടുന്നു. അതിന് പ്രധാനമായും വികസനം എന്നൊരു കാഴ്ചപ്പാട് ഊന്നുന്നു. ഈ വികസനം എന്ന് പറയുന്ന ഈ പുറത്തെടുക്കുന്ന ആ ഒരു വിചാരണ ആയുധം വികസനത്തെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അവിടെ അത് കൃത്യമായി വർക്കൗട്ട് ആകും, അത് ഫലം ചെയ്യുമെന്ന് തന്നെയാണ് ഇവർ കരുതുന്നത് BJP. അതിന്റെ ഭാഗമായാണ് 2020 കൂടി NDAയുടെ ഘടകകക്ഷിയാകുമ്പോൾ അത് വലിയ രീതിയിൽ പ്രതിഫലിക്കുമെന്നും BJP പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രി എത്തുമ്പോൾ അത്തരത്തിലുള്ള വികസന കാഴ്ചപ്പാടുകൾ തീർച്ചയായും തലസ്ഥാനത്തെ BJPക്കുണ്ടായ വിജയം കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണെന്നാണ് പ്രധാനമന്ത്രി അന്ന് കുറിച്ചത്. അത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ച് കേരളത്തിൽ മിഷൻ കേരള നടപ്പാക്കി കൂടുതൽ ജനസ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തന്നെയാണ് BJP പ്രധാനമന്ത്രിയും ഒക്കെ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവും. പ്രധാനമന്ത്രിയുടെ ഫ്ലൈറ്റ് അവിടെ എത്തിയെന്ന് മനസ്സിലാക്കുന്നുണ്ട്.